നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ, ഞാൻ എൻ്റെ വീട് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചെന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ല. എടാ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് വേണ്ടിയല്ല, അനുപമയ്ക്ക് വേണ്ടിയാ. ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ അമ്മ എൻ്റെ ഭാര്യ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ അമ്മയോടൊപ്പം ജീവിക്കുന്നേ? എന്ന് വെച്ചാ അനുപമയുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് നീ അവളോടൊപ്പം അവളുടെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അതെ, പക്ഷേ എൻ്റെ തീരുമാനം അവൾക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അവൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാണ് എന്ന്. അത് മാത്രമായിരിക്കില്ല. ഈ അനുവിന്റെ വീടെന്ന് പറഞ്ഞ പഞ്ചരത്നത്തിലെ എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള വീടല്ലേ? അവിടെ നീ വന്ന് താമസിച്ച ബാക്കിയുള്ളവരുടെയൊക്കെ സ്വാതന്ത്ര്യവും അധികാരവും നഷ്ടപ്പെട്ടു പോയാലോ? എടാ, രഘുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് ആ വീട്. അവൻ ചില ദിവസം അവിടെ തങ്ങും, ചില ദിവസം ദാസങ്ങളുടെ വീട്ടിൽ തങ്ങും. അത് അവന്റെ വേറൊരു ബുദ്ധിയാ. എന്ത് ബുദ്ധി? എന്റെ ഇന്ദ്ര, രഘുവിന് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അവൻ മിക്കപ്പോഴും അവളുടെ കൂടെയാ. അമ്പിളി അനുവിന്റെ വീട്ടിലുള്ളപ്പോൾ രഘു പറയും ഞാൻ ഇന്ന് ദാസങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാം. അമ്പിളി ഇപ്പൊ പഞ്ചരത്നത്തിലായതുകൊണ്ട് അവൻ പറയാൻ പോകുന്നത് അനുവിന്റെ വീട്ടിൽ തങ്ങുന്നു എന്നായിരിക്കും. പക്ഷെ നീ അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കൂലല്ലോ. എന്റെ വിനയ, എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. രഘുവിന് വേറെ എന്ത് സെറ്റപ്പ് ഉണ്ടെന്നാ നീ പറയുന്നേ? ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് ഏതാണ്ട് കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുക. ഒരു കൊച്ചുണ്ട്. അമ്മയും മോളെയും ഇപ്പൊ നോക്കുന്നത് രഘുവാ. വാദി വിനയ, നിർത്ത്. എനിക്ക് ഈ പരദൂഷണ കഥയൊന്നും കേൾക്കണ്ട. നിനക്ക് ഫുഡ് വേണം? എനിക്കൊരു പാഴ്സൽ വാങ്ങണം. ഇന്ദ്ര, നീ എവിടെ നിക്ക്? എന്താടാ? എടാ, നീ എന്നെ ഒരു പരദൂഷണക്കാരനാക്കിട്ട് അങ്ങ് പോലെ. അവളും കുഞ്ഞും ചീരു കിടന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ കൊച്ചിന് സുഖമില്ലാതായപ്പോ രഘുവാ അതിന്റെ ട്രീറ്റ്മെന്റ് മൊത്തം ഏറ്റെടുത്ത് നടത്തിയത്, അറിയോ? അവസാനം അമ്പിളി അച്ഛനും അത് അവിടെ വെച്ച് തന്നെ കൈയോടെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് കൊള്ളാം, എന്റെ ഭർത്താവിന്റെ രഹസ്യ ബന്ധത്തിന് അച്ഛനും കൂട്ടാണല്ലേ? അമ്പിളി മോളെ, നീ എന്തൊക്കെ മോളേന്നെ? അച്ഛനെ ഇവളെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഞാൻ വിട്ടു. എനിക്കിനി ഇങ്ങനെ ഒരു ഭർത്താവില്ല. അയ്യോ മോളെ. എടി, നീ എടുത്തോ. നീയും നിന്റെ മോളും കൂടി സ്വന്തമായിട്ട് എടുത്തോ ഇയാളെ. വലിയ പ്രശ്നങ്ങളായിരുന്നു. ഞാനൊന്നിനും നേരിട്ട് ഇടപെടാൻ പോയില്ല. നമ്മളോട് അവരൊന്നും വിട്ടു പറയത്തുമില്ലല്ലോ. ഈ രഘുവിന്റെ ഇടപാടൊക്കെ ദാസങ്ങളുടെ അറിവോട് കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാവരും കൂടി ഇടപെട്ട് സംഭവം അങ്ങ് ഒതുക്കി തീർന്നു. പക്ഷേ അമ്പിളി ചേച്ചിക്ക് ഇപ്പോഴും രഘുവിനോട് അതിന്റെ കലിപ്പുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അനു ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അവളിത് അറിഞ്ഞു കാണില്ലേ വിനയ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇന്ദ്ര. പക്ഷേ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇതുപോലൊരു പെണ്ണ് കേസാണെന്ന് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതെ, നീ വാ. ഈ പരിസരത്ത് അധികം നേരം നിൽക്കണ്ട. നമുക്ക് കഴിക്കാൻ വല്ലതും വാങ്ങിച്ചൊരു വീട്ടിലേക്ക് പോവാം. അതെന്താ, നിനക്ക് വീട്ടിൽ ഫുഡ് കാണില്ലേ? എടാ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ പിന്നെ. ഇനി ആരെങ്കിലും എനിക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കുമോ? അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഫുഡ് വാങ്ങിച്ചിട്ട് വിട്ടോ. ഞാനേ ഒരു 2 എണ്ണം കൂടി അടിച്ചിട്ട് ഓട്ടോ പിടിച്ചേക്ക് പോയിക്കോളാം. അത് വേണോ വിനയ? ഈ ഒരു മൂഡ് പോരാ. ഈ മൂടൊന്നും പോരാ. കുഴപ്പമില്ലടാ, എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ. എന്നാ ശരി, കാണാം. അയ്യോ, 10:45 ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. നീ എന്താ സോന ഒന്നും കഴിക്കാത്തത്? എന്താ വായിക്ക് രുചിയില്ലേ?
അവിടെ അമ്മ പട്ടിണി കിടക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല സത്യേട്ടാ. വിശപ്പ് സഹിക്കാതെ ഉച്ചയ്ക്ക് അമ്മ ആഹാരം എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോഴും നിങ്ങൾ വിലക്കിയില്ലേ? ദേ നിങ്ങൾ ഞങ്ങളെന്ന സംസാരമൊന്നും വേണ്ട. നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യം അത്. പക്ഷെ സോനദിനെ എന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ അമ്മയോട് എന്തോ ദുഷ്ടത കാണിച്ചതുപോലെ. എനിക്കങ്ങനെയാ തോന്നിയത്. അമ്മയോട് അങ്ങനെ ചെയ്യുന്ന കാര്യമൊന്നും ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ല. നിന്നോട് വിശദമായി പറയാതിരുന്നത് എന്റെ തെറ്റാ സോനെ. അമ്മ സ്വന്തം ഇഷ്ടത്തിന് ആഹാരം എടുത്ത് കഴിക്കാൻ തീരുമാനിച്ചാൽ അത് തടയണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പ്രതിഷേധിച്ചതിനൊന്നും ഒരു വിലയിലുണ്ടാവും. അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് ഇവിടെ ജീവിച്ചു പോവുകയും ചെയ്യും. അമ്മയെ പട്ടിണി കിട്ടി തോൽപ്പിക്കാൻ വേണ്ടിയല്ല സോനെ. അങ്ങനെയെങ്കിലും ഇന്ദ്രനെ എടുത്തിയും തിരിച്ചു വിളിക്കാൻ അമ്മയ്ക്ക് തോന്നുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മൾ ശത്രുതയും ക്രൂരതയും കാണിച്ചാലേ നമ്മളെക്കാളും ഭേദം ഇന്ദ്രേട്ടനും എടുത്തിയും ഇവിടെ ഉണ്ടാകുന്നതാണെന്ന് അമ്മയ്ക്ക് തോന്നണം. അതിനുവേണ്ടി ഇനിയും നമ്മൾ അമ്മയുടെ മുൻപിൽ ദുഷ്ടന്മാരായി തന്നെ തുടരണം. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല സത്യേട്ടാ. അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ജീവൻ വരെ പോട്ടേന്ന് വെക്കും. ഏട്ടത്തിയെ മാത്രമേ അമ്മ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ഏട്ടൻ എപ്പോ വന്നാലും അമ്മ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതിനൊരിക്കലും ഇന്ദിരേട്ടൻ തയ്യാറാവില്ലെന്ന് എനിക്ക് അറിയില്ല സോനെ. അമ്മയ്ക്കും അതറിയാം. അല്ലെങ്കിൽ അമ്മ ഇന്ദിരേട്ടനെ ഇവിടെ എത്തിക്കട്ടെ. ഇങ്ങനെ പോയ ഇന്ദ്രേട്ടനെ അമ്മ വിളിച്ചു വരുത്തേണ്ടി വരില്ല. അമ്മ ഇവിടെ പട്ടിണി കിടന്ന് ചാവാറായി എന്ന് അറിയുമ്പോ ഇന്ദ്രേട്ടൻ തന്നെ അമ്മയെ രക്ഷിക്കാൻ ഓടി വന്നോളൂ. അതും ശരിയാണ് ശ്യാം. നമ്മൾ അമ്മയോട് കാണിക്കുന്ന അവഗണന നാളെ അമ്മ നമുക്കെതിരെ ആയുധമാക്കാനും ഇടയുണ്ട്. അമ്മയെ പട്ടിണി കിട്ടുമെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ഇന്ദ്രേട്ടൻ പോലും നമ്മളെ കുറ്റപ്പെടുത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ പോയി ഇന്ദ്രേട്ടനെയും എടുത്തേയും കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാം. എന്നിട്ട് എന്ത് വേണമെന്ന് അവരും കൂടി തീരുമാനിക്കട്ടെ. അതെ, ഇന്ദ്രേട്ടൻ മനസ്സ് വെച്ചാ അനുചേച്ചിയും മോനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ ഇവിടുത്തെ എല്ലാ പ്രശ്നവും തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അനുചേച്ചിക്ക് നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളപ്പോ അമ്മ അനുചേച്ചി എന്ത് ചെയ്യാനാ? അത് മാത്രമല്ല, അനുചേച്ചിക്ക് അമ്മയോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കഴിവും ഉണ്ട്. അത് തന്നെ ആയിരിക്കും പ്രതിഭ ഇന്ദിരേട്ടൻ അനുചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. പരസ്പരം വിട്ടുവീഴ്ചയില്ലാതെ അമ്മയും അനുചേച്ചിയും മത്സരിക്കാൻ തുടങ്ങിയാൽ ഈ കുടുംബത്തിൽ പിന്നെ സമാധാനമെന്നുണ്ടോ? ഉണ്ടാവില്ല. ഈ വീടിന്റെ അവസ്ഥ പണ്ടത്തേക്കാൾ മോശം. അതൊഴിവാക്കാൻ വേണ്ടിയാ ഇന്ദിരേട്ടൻ ആദ്യമേ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയത്.